ഹായ് ഫ്രണ്ട്സ്, ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മിന്നു പൂച്ചക്കുട്ടിയെ എപ്പോഴും ഇതുപോലെ എടുത്തോണ്ട് നടക്കും. ഇവര് തമ്മിൽ നല്ല കൂട്ടാണ്. നമുക്ക് ഉച്ചക്ക് കഴിക്കാനുള്ള ചോറ് വേവുന്നുണ്ട്. നമുക്കിന്ന് ഉച്ചക്കത്തേക്കിന് ചക്കക്കുരുവും ഉണക്ക നെത്തോലിയും ഇട്ട് നല്ല അടിപൊളി തോരൻ ഉണ്ടാക്കാം. അങ്ങനെ നെത്തോലി ഇവിടെ വെട്ടിക്കഴുകി വെച്ചിട്ടുണ്ട്. ചക്കക്കുരു വേവിക്കാൻ വേണ്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പാവയ്ക്കയും കോവയ്ക്കയും ഇട്ടൊരു മെഴുക്ക് പുരട്ടിയാണ് ഉച്ചത്തേക്കിന്. പാവയ്ക്കയും കോവയ്ക്കയും ഇവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും മെഴുക്ക് പുരട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഏകദേശം വേവാറായിട്ടുണ്ട്. വേവിക്കാൻ വെച്ചിട്ടുള്ള ചക്കക്കുരു നെത്തോലി തോരനും ഉണക്ക നെത്തോലി തോരനും വെന്ത് പാകമായി വന്നിട്ടുണ്ട്. നമുക്ക് ഉച്ചക്ക് കറിക്ക് വേണ്ടിയിട്ട് ഇവിടെ മത്തങ്ങ, തക്കാളി, പച്ചക്കായ, ചേന ഇത് വെച്ചിട്ട് നമുക്കൊരു ഉടച്ചറി ഉണ്ടാക്കാം. അപ്പം നമുക്കൊന്ന് ഉച്ചക്ക് ചോറിൻ്റെ കൂടെ കൂട്ടാൻ നമുക്ക് ഉടച്ച് കറിയാം. ഇങ്ങനെ ഉടച്ച് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഒന്ന് കടുകൊന്ന് പൊട്ടിച്ചെടുക്കണം. അങ്ങനെ കടുക് പൊട്ടിക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മത്തി വറുത്തെടുക്കാം. നമ്മുടെ മാവിൽ നിന്ന് നമുക്ക് കുറച്ച് മാങ്ങ കിട്ടിയിട്ടുണ്ട്. ഇത് വെച്ചിട്ട് നമുക്ക് നല്ലൊരു അച്ചാറിടാം. മെയിൻ പണി മാങ്ങ കണ്ട അപ്പം തന്നെ ഉപ്പും മുളകും ഇട്ടിട്ട് തിന്നു. എവിടെ പോകും ഞങ്ങൾക്ക് അറിയത്തില്ല. മാങ്ങ ഉള്ളപ്പോൾ എനിക്ക് തിന്നാൻ പറ്റുമല്ലോ. ഇതിനൊരു കഴിപ്പുണ്ട്. ഉപ്പും മുളകും തിരുമ്മി വെച്ചിട്ടുള്ളൊരു മാങ്ങ. ഇതാണ് മക്കളെ ഞങ്ങളുടെ അമ്മ. ഞങ്ങളുടെ അമ്മ ഇതുവരെ വീഡിയോയിലൊന്നും വന്നിട്ടില്ല, ആദ്യമായിട്ടാണ്. അപ്പോൾ നമുക്ക് ഉച്ചക്ക് കഴിക്കാൻ വേണ്ടി ഉള്ള ചോറ് നമുക്ക് വേണ്ട. അപ്പോൾ കഴിക്കാനുള്ള ചോറൊക്കെ വിളമ്പി ഇപ്പോൾ നമുക്ക് ചോറിലോട്ട് കുറച്ച് കറി ഒഴിക്കാം. അങ്ങനെ കറി ഒഴിച്ച് തോരൻ, മീനും ചക്കക്കൂരും കൂടെ ഇട്ട് വേവിച്ച തോരൻ, മെഴുക്ക് പുരട്ടി, അങ്ങനെ മെഴുക്ക് പുരട്ടിയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് നാരങ്ങ അച്ചാറും കൂടെ നമുക്ക് വെക്കാം. പിന്നെ ഒരു മീനും കൂടെ നമുക്ക് മത്തി വറുത്തതും കൂടെ എടുക്കാം. അങ്ങനെ സുറുമി ചോറ് കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. എനിക്കുള്ള ചോറ് ഞാനിവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മാക്സിമം ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. ഇനിയും ഇതുപോലുള്ള നല്ല വീഡിയോസുമായി ഞങ്ങൾ നിങ്ങളുടെ മുന്നിൽ വരുന്നതായിരിക്കും. അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും.